ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ താരിഫ് എന്ന ആയുധം ഉപയോഗിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആ താരിഫ് അസ്ത്രം ചൈനയിലേക്ക് തൊടുത്തുവിടാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യക്ക് മേൽ പ്രയോഗിച്ച താരിഫിന് പ്രതീക്ഷിച്ച പോലെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇനി ചൈനയോട് ഏറ്റുമുട്ടാനായി ഒരുങ്ങുകയാണ്. നവംബർ 1 മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാറിലെത്തിയില്ലെങ്കിൽ 155% വരെ ഉയർന്ന താരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് കർശന മുന്നറിയിപ്പ് നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾക്കിടയിലും വൈറ്റ് ഹൌസിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായുള്ള ഉന്നതതല കൂടിക്കാഴ്ചയിൽ സംസാരിച്ച ട്രംപ് വാഷിംഗ്ടണിനോട് വളരെ ബഹുമാനത്തോടെ പെരുമാറുന്നുണ്ടെന്നും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തിയ 55% തീരുവയുടെ പിന്നിൽ അവർ വലിയ തുകകൾ നൽകുന്നുണ്ടെന്നും പ്രസ്താവിച്ചു. ചൈന നമ്മളോട് വളരെ ബഹുമാനം കാണിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവർ തീരുവകളുടെ രൂപത്തിൽ ഞങ്ങൾക്ക് വലിയ തുകകൾ നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അവർ 55% നൽകുന്നു. അത് ധാരാളം പണമാണ്. മുൻപ് പല രാജ്യങ്ങളും അമേരിക്കയെ മുതലെടുത്തിരുന്നുവെന്നും എന്നാൽ അത്തരം രീതികൾ ഇനി അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പല രാജ്യങ്ങളും US മുതലെടുത്തു. അവർക്കിനി മുതലെടുക്കാൻ കഴിയില്ല. നമ്മൾ ഒരു കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ നവംബർ 1 ചൈന 55%, 155% നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചു. അവരുടെ ബന്ധത്തെക്കുറിച്ചും പരസ്പരം പ്രയോജനകരമായ ഒരു വ്യാപാര കരാറിലെത്താനുള്ള സാധ്യതയെക്കുറിച്ചും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചു. ഞാൻ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഞങ്ങൾക്ക് വളരെ നല്ല ബന്ധമുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ദക്ഷിണ കൊറിയയിൽ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. 2 രാജ്യങ്ങൾക്കും ഗുണകരമായ എന്തെങ്കിലും ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുവെന്ന് ഞാൻ കരുതുന്നുവെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കവേ ന്യായവും പരസ്പര പ്രയോജനകരവുമായ ഒരു കരാറിനുള്ള പ്രതീക്ഷകൾ ട്രംപ് ഊന്നിപ്പറഞ്ഞു. ദക്ഷിണ കൊറിയയിലെ നമ്മുടെ കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കുമ്പോൾ ചൈനയും ഞാനും ഒരുമിച്ച് വളരെ ന്യായവും മികച്ചതുമായ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുമെന്നും ഞാൻ കരുതുന്നു. അവർ സോയാബീൻ വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് 2 രാജ്യങ്ങൾക്കും അതിശയകരമായിരിക്കും. മുഴുവൻ ലോകത്തിനും ഇത് അതിശയകരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓവൽ ഓഫീസിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. നിർണായക ധാതുക്കളും പ്രതിരോധ സഹകരണവും സംബന്ധിച്ച $multi billion കരാറിൽ ഇരു നേതാക്കളും ഒപ്പുവെച്ചു. $8.5 ബില്യൺ പൈപ്പ് ലൈനിലാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അൽബനീസ് സഹകരണത്തിന്റെ വ്യാപ്തി അടിവരയിട്ടു. മാസങ്ങൾ നീണ്ട ചർച്ചകളുടെ ഫലമായാണ് ഈ കരാറുകൾ ഉണ്ടായത്. 2 സഖ്യകക്ഷികൾ തമ്മിലുള്ള വിതരണ ശൃംഖല, സുരക്ഷ, ഊർജ്ജ സ്വാതന്ത്ര്യം, സൈനിക സഹകരണം എന്നിവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. നേരത്തെ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ നൽകുന്ന ഏതൊരു താരിഫിനും പുറമെ 100% അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിന് അങ്ങേയറ്റം ശത്രുതാപരമായ ഒരു കത്തയച്ചുകൊണ്ട് ചൈന വ്യാപാരത്തിൽ അസാധാരണമായ ആക്രമണാത്മക നിലപാട് സ്വീകരിച്ചതായി വിശേഷിപ്പിച്ചതിന് ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് US പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. എല്ലാ നിർണായക സോഫ്റ്റ്വെയറുകളിലും അന്നു മുതൽ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ അവർ നിർമ്മിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളിലും വലിയ തോതിലുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോവുകയാണെന്നും ചിലത് അവർ നിർമ്മിക്കാത്തതുപോലുമാണെന്നും പ്രസ്താവിച്ചുകൊണ്ട് ചൈന ലോകത്തിന് അങ്ങേയറ്റം വിദ്വേഷകരമായ ഒരു കത്തയച്ചതിലൂടെ വ്യാപാരത്തിൽ അസാധാരണമായ ആക്രമണാത്മക നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇത് എല്ലാ രാജ്യങ്ങളെയും ഒരു അപവാദവുമില്ലാതെ ബാധിക്കുന്നു. ഇത് വ്യക്തമായും വർഷങ്ങൾക്ക് മുൻപ് അവർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇത് കേട്ടുകേൾവി പോലുമില്ലാത്തതും മറ്റ് രാജ്യങ്ങളുമായുള്ള ഇടപെടൽ ധാർമ്മിക അപമാനവുമാണ്.